ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് സുവിശേഷങ്ങളിൽ കർത്താവിനെ അനുഗമിക്കാൻ അവസരം ലഭിച്ച 3 പേരെക്കുറിച്ച് ചില ചിന്തകൾ പറയാം എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കർത്താവിനെ പിൻപറ്റാനായിട്ട് അവസരം ലഭിച്ചിട്ടും അത് പ്രയോജനപ്പെടുത്താതെ പോയ 3 പേരുടെ കഥ, ടെയിൽ ഓഫ് 3 men. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 57 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സസ് 57 to 62. ഈ കാര്യം മത്തായി 8-ന്റെ 19 മുതൽ 22 വരെയും പറഞ്ഞിട്ടുണ്ട്. മാത്യു 8:19 to 22. ലൂക്കോസിൽ 3 പേരുടെ കാര്യം പറയുന്നുണ്ട്. മത്തായി അതിൽ ആദ്യത്തെ 2 പേരുടെ കാര്യമേ പറയുന്നുള്ളൂ. 3-ാമത്തെ ആളുടെ കാര്യം മത്തായി പറയുന്നില്ല. ഞാൻ ആ ഭാഗം ആദ്യമായിട്ടൊന്ന് വായിക്കട്ടെ. ലൂക്കോസ് 9:57 മുതൽ. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തനോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാലേ അവൻ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. ഈ 3 പേരുടെയും ഓരോരുത്തരായിട്ട് അവരുടെ കാര്യങ്ങൾ പറയുന്നതിന് മുൻപായിട്ട് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പൊതുവായ ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ആഴമേറിയ അനുഗ്രഹിക്കപ്പെട്ട പല ആത്മീക സത്യങ്ങൾ ഈ ഭാഗത്ത്, ഈ സംഭവത്തോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് കർത്താവ് പറഞ്ഞ പ്രസ്താവനയോടുള്ള ബന്ധത്തിൽ ഇവിടെ ഉണ്ട്. അത് ഇന്ന് ജീവിക്കുന്ന നമുക്കും ഏറ്റവും ബാധകമായ, റെലവൻ്റ് ആയിട്ടുള്ള ചില പ്രിൻസിപ്പിൾസാണ്. കർത്താവിനെ അനുഗമിക്കുന്നതിൽ പാലിക്കേണ്ട പ്രമാണങ്ങൾ, പ്രിൻസിപ്പിൾസ് ടു ബി ഫോളോഡ് ഇൻ ഫോളോയിങ് ദ ലോർഡ് ജീസസ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ശിഷ്യത്വത്തിൻ്റെ വില, ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ കർത്താവിനെ അനുഗമിക്കുന്നതിനുള്ള 3 പ്രധാന തടസ്സങ്ങൾ, 3 hindrances in following the Lord. അതെല്ലാം ഈ ഭാഗത്തുണ്ട്. അതിൽ ഏത് തലക്കെട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഭാഗത്തിന് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നാം കാണുന്ന ഒരു വാക്ക് അനുഗമിക്കുക എന്നുള്ള വാക്കാണ്, ഫോളോ. നമുക്കറിയാം, പുതിയ നിയമത്തിൽ സുവിശേഷങ്ങൾ പ്രത്യേകിച്ച് കർത്താവിനെ പിൻപറ്റുന്നതിനോടുള്ള ബന്ധത്തിൽ എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അനുഗമിക്കുക എന്നാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരെയൊക്കെ വിളിച്ചപ്പോൾ, എന്നെ അനുഗമിക്കാം, ഫോളോ മീ എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ സുവിശേഷങ്ങൾ പൊതുവെ കർത്താവിനെ വിശ്വസിക്കുകയും പിൻപറ്റുകയും ചെയ്യുക എന്നുള്ള ആശയം പ്രകടിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഫോളോ എന്നുള്ളതാണ്. അനുഗമിക്കുക എന്നുള്ള വാക്കാണ്. ആ വാക്കാണ് ഇവിടെയും പല പ്രാവശ്യം വന്നിരിക്കുന്നത്. ഞാൻ നിന്നെ അനുഗമിക്കാം എന്നൊരാൾ പറയുന്നു, എന്നെ അനുഗമിക്കാം എന്ന് കർത്താവ് പറയുന്നു. 61-ാം വാക്യത്തിൽ വേറൊരാള് ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറയുന്നു. അപ്പോൾ അനുഗമിക്കുക എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ കർത്താവിനെ പിൻപറ്റുന്നതിൽ വളരെ പ്രാധാന്യം ഉള്ളതായ ഒരു വാക്കാണ്. ഈ അനുഗമിക്കുക എന്നുള്ള വാക്ക് ഇവിടെ തന്നെ കർത്താവ്, ഞാൻ നിന്നെ അനുഗമിക്കാം എന്നൊരാൾ പറയുന്നു, എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് പറയുന്നു. അവിടെ എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് പറയുമ്പോൾ അത് ഗ്രാമറൽ, വ്യാകരണത്തിൽ പ്രസന്റ് ഇംപെററ്റീവാണ്. പ്രസന്റ് ഇംപെററ്റീവ് എന്ന് പറഞ്ഞാൽ തുടർമാനമായി ചെയ്യാൻ കൽപ്പനാരൂപത്തിൽ പറയുന്ന കാര്യമാണ് പ്രസന്റ് ഇംപെററ്റീവ് എന്ന് ഗ്രീക്കിൽ പറയുന്നത്. അതായത് തുടർമാനമായി ചെയ്യണം, അത് ആ കാര്യം കൽപ്പനാരൂപത്തിൽ പറയുക. അപ്പോൾ ഫോളോ മീ ആൻഡ് കണ്ടിന്യൂ ടു ഫോളോ മീ ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് എന്നാണ് അതിൻ്റെ ആശയം. നീ എന്നെ പിൻപറ്റുക, ജീവിതകാലം മുഴുവൻ എന്നെ പിൻപറ്റിക്കൊണ്ടിരിക്കുക. അതാണ് ആ പിൻപറ്റുക എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പോൾ ദാറ്റ് ഈസ് എ കമാൻഡ് റിക്വയറിംഗ് ഓൺഗോയിങ് കണ്ടിന്യൂഡ് ഒബീഡിയൻസ്. തുടർമാനമായി അനുസരണം ആവശ്യമുള്ള ഒരു പ്രവൃത്തിയാണ് അനുഗമിക്കുക. അതാണ് ആ വാക്കിന്റെ അർത്ഥം. കർത്താവ് പോകുന്നിടത്ത് കുറച്ചു നേരം കൂടെ കർത്താവിൻ്റെ കൂടെ അനുഗമിച്ചൊക്കെ കറങ്ങിയൊക്കെ നടക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ശിഷ്ട ആയുസ് മുഴുവനും നീ എൻ്റെ പിന്നാലെ വരണം എന്നാണ് ഇതിൻ്റെ അർത്ഥം, ആ വിളിയുടെ അർത്ഥം.
കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച് അങ്ങനെയാണല്ലോ. മത്തായി 4 ഫലം നന്നാക്കുന്ന കണ്ട ശിഷ്യന്മാരെയൊക്കെ കർത്താവ് വിളിച്ചു. കുറച്ചു നാളത്തേക്ക് എൻ്റെ കൂടെ കൂടിക്കോ എന്നല്ല പറഞ്ഞത്. എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ശിഷ്ടായുസ്സിന് നിങ്ങൾ എന്നെ അനുഗമിക്കുന്നവരായിരിക്കും എന്നുള്ള ആശയത്തിലാണ് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില ആത്മീയ പ്രമാണങ്ങളാണ് നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത്. ഒന്നാമത് ഇവിടെ പഠിക്കുന്ന ഒരു പ്രമാണം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് താൽക്കാലികമായി നാം എടുക്കുന്ന ഒരു തീരുമാനമോ തൽക്കാലം നാം ചെയ്യേണ്ട ഒരു കാര്യമോ അല്ല. കർത്താവിനെ നമ്മൾ ഇന്നത്തെ സാധാരണ ഭാഷയിലൊക്കെ പറഞ്ഞാൽ രക്ഷകനായി സ്വീകരിക്കുക, രക്ഷിക്കപ്പെടുക, അല്ലെങ്കിൽ വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നത് താൽക്കാലികമായി ചെയ്യുന്ന ഒരു കാര്യമല്ല. അന്ന് മുതൽ ജീവിതാന്ത്യം വരെ പിൻപറ്റി പോകേണ്ടതായ ഒരു ജീവിത ശൈലിയെ കാണിക്കുന്ന വാക്കാണ് കർത്താവിനെ അനുഗമിക്കുക എന്നുള്ള വാക്ക്. ഞാൻ കുറച്ചാളെ കർത്താവിൻ്റെ കൂടെ ഒക്കെ നടക്കാം, ക്രിസ്ത്യാനിയാകാം എന്നുള്ളതല്ല അതിൻ്റെ ആശയം. ഒരുവൻ കർത്താവിൽ വിശ്വസിക്കുക, നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ വിശ്വസിക്കുക എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവനെ കൈക്കൊണ്ടവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. തന്റെ ഏകജാത പുത്രനിൽ വിശ്വസിക്കുക, അതും കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആശയം തന്നെയാണ്. അപ്പോൾ പിൻപറ്റുക എന്ന് പറഞ്ഞാലും വിശ്വസിക്കുക എന്ന് പറഞ്ഞാലും അതിൽ അടങ്ങിയിരിക്കുന്ന ആശയം തൽക്കാലം ബുദ്ധിയിൽ ഒരു വിശ്വാസം ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല, ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ആ വിശ്വാസത്തിൽ തുടർന്ന് അല്ലെങ്കിൽ കർത്താവിനെ അനുഗമിച്ചു പോവുക എന്നാണ് എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം. അപ്പോൾ ക്രിസ്തീയ വിശ്വാസം, രക്ഷിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് അനുഗമിക്കുന്നതിലൂടെ തെളിയിക്കപ്പെടേണ്ട വിശ്വാസമാണ്. നമുക്കറിയാം ക്രൈസ്തവരായ അനേക ആളുകൾ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്, അല്ലെ? കർത്താവിനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഒരാളോട് വഴിയെ പോകുന്ന ഒരു ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ അവനൊന്നും അയ്യോ വിശ്വസിക്കുന്നുണ്ടോന്നോ. പിന്നെ ആരെയാ വിശ്വസിക്കുന്നത്? ക്രിസ്ത്യാനി എന്ന് പറയുന്നത് എല്ലാവരും കർത്താവിനെ വിശ്വസിക്കുക. അവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണോ? അവരെല്ലാം സ്വർഗത്തിൽ പോകുന്നവരാണോ? അവരെല്ലാം ദൈവമക്കളാണോ? അല്ല. അവർ വിശ്വസിക്കുന്നെന്ന് പറയുന്നുണ്ടല്ലോ, പിന്നെ എന്താ അവർ ദൈവമക്കളല്ല നമ്മൾ പറയുന്നത്? ആ വിശ്വാസം എന്ന് പറയുന്നത് ഒരറിവ് മാത്രമാണ്, ബുദ്ധിയിലുള്ള ഒരു അറിവാണ്. കർത്താവിനെ പിൻപറ്റുക എന്നുള്ളൊരാശയം ആ വിശ്വാസത്തിലില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമം പഠിപ്പിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് യാക്കോബ് പറയുന്ന പോലെ പ്രവൃത്തിയിൽ വെളിപ്പെടേണ്ടതും യേശുക്രിസ്തുവിനെ ശിഷ്ടായുസ് അനുഗമിക്കുന്നതിലൂടെ വെളിപ്പെടേണ്ടതുമായ വിശ്വാസമാണ്. അതാണ് രക്ഷിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ കർത്താവിനെ വിശ്വസിച്ചു എന്നൊരുവൻ പറയുമ്പോൾ വേദപുസ്തക അർത്ഥത്തിൽ ശിഷ്ടായുസ് കർത്താവിനെ പിൻപറ്റാനായിട്ട് അവൻ വിശ്വസിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കുറച്ചു നാളൊക്കെ വിശ്വസിച്ചിട്ട് പിന്നെ അങ്ങ് പിന്മാറിപ്പോവുക എന്നുള്ള ആശയം അതിനകത്തില്ല. അപ്പൊ കർത്താവ് വിളിച്ച് എല്ലാവരെയും കർത്താവ് വിളിച്ചത് എന്നും കൂടെ നടക്കാൻ വേണ്ടിയാണ്. എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞാൽ നിന്റെ ശിഷ്ടായുസ്സിന് നീ എൻ്റെ പിന്നാലെ വരിക എന്നാണ് ഇതിൻ്റെ ആശയം. ഇവിടെ ഒരാള് കർത്താവിനോട് ഇങ്ങോട്ട് വന്ന് പറയാണ്, ഞാൻ നിന്നെ അനുഗമിക്കാം. മറ്റൊരു കാര്യം അതിന് മുൻപേ ഇവിടെ പറയട്ടെ. ഓരോരുത്തരും പറയുമ്പോൾ കർത്താവ് പറയുന്ന മറുപടി കേട്ട നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ തോന്നും, കർത്താവ് എന്തിനാ ഇങ്ങനെ മറുപടി പറഞ്ഞത്, അല്ലേ? ഞാൻ നിങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ എന്നൊരാൾ ചോദിച്ചാൽ എങ്ങനെയും അയാളെ കൂട്ടാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്, അല്ലാതെ അയാളെ കൂടാതിരിക്കാനുള്ള മാർഗം വല്ലതും പറഞ്ഞു കൊടുക്കുകയാണോ, തടസ്സം വെക്കുകയാണോ വേണ്ടത്? നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു ചിന്തയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ കൂടാം എന്നൊരാൾ പറഞ്ഞാൽ അത് എങ്ങനെയാലും നീ കൂടിക്കോ എന്ന് പറഞ്ഞവനെ ഉത്സാഹിപ്പിക്കല്ലേ വേണ്ടത്? അതോ അവൻ കൂടുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുകയാണോ വേണ്ടത്? ഈ 10-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ, അടുത്ത അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് വായിക്കുമ്പോൾ ഇത് ശരിക്കും മനസ്സിലായില്ലെങ്കിലും തോന്നും, ചുമ്മാതല്ല വേലക്കാർ ചുരുക്കമായിരിക്കുന്നത്. എന്താ, വരാമെന്ന് പറയുന്ന ആരെയും കൂട്ടുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെ വേലക്കാർ ചുരുക്കം ആകാതിരിക്കുന്നത്? വരുന്ന എല്ലാവരും വാ വാ എന്ന് പറഞ്ഞാലല്ലേ വേലക്കാർ കൂടുകയുള്ളൂ. ഇതുപോലെ കർത്താവ് ഓരോരുത്തരോടും മറുപടി പറയുന്നെങ്കിൽ പിന്നെ വേലക്കാർ ചുരുക്കമായതിൽ അതിശയിക്കാനില്ല എന്നേ നമുക്ക് തോന്നൂ. എന്നാൽ ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, കർത്താവ് ഓരോരുത്തരോടും മറുപടി പറയുന്നത് അവരുടെ ഉള്ളിലിരിപ്പ് അനുസരിച്ചാണ്. നമ്മളിത് വായിക്കുമ്പോൾ ഓരോരുത്തരുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ടാണ് കർത്താവ് എന്താ അങ്ങനെ പറഞ്ഞേ, അവനെ കൂട്ടുണ്ടായിരുന്നു, എന്തിനാ അവൻ വരാതിരിക്കാനുള്ള വഴി പറഞ്ഞത് എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ ഈ പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമല്ല, മറ്റു ഭാഗങ്ങളിലൊക്കെ അനേക ആളുകളോട് കർത്താവ് സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് അറിഞ്ഞാണ് കർത്താവ് സംസാരിക്കുന്നത്. നമ്മൾ 3 സുവിശേഷങ്ങളിലും വേറൊരാള് കർത്താവിനെ അനുഗമിക്കാൻ വന്ന ഒരാളുടെ കാര്യം, അയാൾ അനുഗമിക്കാന്നല്ല പറഞ്ഞത്, നിത്യജീവനെ അവകാശമാക്കാൻ എന്ത് ചെയ്യണം ചോദിച്ചു വന്ന ഒരാളുടെ കാര്യം പറയുന്നുണ്ട്. 3 സുവിശേഷങ്ങളിലും ഉണ്ട്, മത്തായി, മർക്കോസ്, ലൂക്കോസ്.
റിച്ച് യങ് റൂളർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതിൽ ധനികനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, യുവാവായിരുന്നെന്നും പറഞ്ഞിട്ടുണ്ട്, പ്രമാണിയായിരുന്നെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ 3 വാക്കുകൂടെ, ഈ 3 സുവിശേഷങ്ങൾ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ ഒരുമിച്ച് പറയുന്നത് ധനികനായ യുവപ്രമാണി എന്നാണ്. ധനികനായ, ഒന്നാമത് ധനികനാണ്, അത് തന്നെ വലിയ പോസിറ്റീവാണ് നമ്മളെ സംബന്ധിച്ച്, അല്ലേ? കാശുകാരൻ സഭയെ വരുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമായിട്ട് എല്ലാവരും വിചാരിക്കും. ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഒരു വലിയ കാശുകാരൻ കൂടിയിട്ടുണ്ട്, അത് വലിയ കാര്യമായിട്ട് എല്ലാവരും വിചാരിക്കുള്ളൂ. പിന്നെ ആള് ചെറുപ്പമാണ്, അത് രണ്ടാമത്തെ ക്വാളിഫിക്കേഷനാണ്. നല്ല യുവാവാണ്. പിന്നെ പ്രമാണിയാണ്, റൂളറാണ്, സമൂഹത്തിൽ പ്രാമാണ്യമുള്ള ഒരാൾ. ഈ 3 വലിയ ക്വാളിഫിക്കേഷനായിട്ടാണ് നമ്മളെല്ലാവരും വിചാരിക്കുള്ളൂ. എന്നാൽ ആ ആള് കർത്താവിനെ പിൻപറ്റാം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു കാര്യം കർത്താവ് അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനാണോ പറയണ്ടേ? ആണോ? ഒരാളെ ഞാൻ കൂടാന്ന് പറയുമ്പോൾ അങ്ങനാണോ? എന്നാൽ നീ കുടിക്കോ. പ്രത്യേകിച്ച് കാശുകാരനോടാണെങ്കിൽ കർത്താവിന്റെ ഗോസ്പൽ ടീം ലോകം ഇതുവരെ കണ്ടതിലെ ഏറ്റവും കാശ് പറഞ്ഞ ഗോസ്പൽ ടീമായിരുന്നു കർത്താവിന്റെ ഗോസ്പൽ ടീം. ഇനി ട്രഷറാണ് ഇടുന്ന കാശ് എടുക്കുന്ന ആളുമായിരുന്നു. അപ്പൊ കാശ് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഗോസ്പൽ ടീമായിരുന്നു കർത്താവിന്റെ ഗോസ്പൽ ടീം. അങ്ങനെയുള്ള ഗോസ്പൽ ടീമിൽ ഒരാൾ ചേരാൻ വരുമ്പോ എങ്ങനെയും നീ ചേരെ എന്നല്ലേ പറയേണ്ടത്? കർത്താവ് അങ്ങനെയല്ലേ പറഞ്ഞു. അവന് വളരെ ബുദ്ധിമുട്ട് തോന്നിക്കുന്ന ഒരു കാര്യം കർത്താവ് പറഞ്ഞു. അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? അവന് വളരെ സമ്പത്തുള്ളവനാകയാൽ ദുഃഖിതനായി പോയി കളഞ്ഞു. അപ്പൊ അവൻ പോകാനുള്ള വഴിയാണോ കർത്താവ് പറഞ്ഞു കൊടുത്തത്? കർത്താവ് അവനെ സ്നേഹിച്ചു. നിങ്ങൾ പിന്നെ ആ ഭാഗം വായിച്ചാൽ മതി. കർത്താവ് അവനെ സ്നേഹിച്ചു എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവനെ ആട്ടി ഓടിക്കാൻ പറഞ്ഞതല്ല, അവനോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്, അവനോടുള്ള നന്മ കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞ മറുപടി അവന്റെ പശ്ചാത്തലം എന്താണ്, ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കിയാണ് മറുപടി പറഞ്ഞത്. നമുക്കെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇതെന്താ കർത്താവ് അങ്ങനെ പറഞ്ഞേ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ കർത്താവ് ഈ സുവിശേഷങ്ങൾ ആളുകളോട് പറയുമ്പോഴെല്ലാം അവരിൽ മനുഷ്യരിൽ സ്വതവേ ഉള്ളത് എന്തെന്ന് അറിഞ്ഞിരിക്കാൻ അവൻ തന്നെത്താൻ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വരുന്നവരുടെ മനോഭാവം എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ്, അവരുടെ ചിന്ത എന്താണ്, ഇത് മനസ്സിലാക്കിയാണ് ഓരോരുത്തരോടും കർത്താവ് മറുപടി പറയുന്നത്. അപ്പോൾ ഈ ധനികനായ ഈ യുവപ്രമാണി കർത്താവിനെ പിൻപറ്റുവാൻ പണം അവന് വലിയ തടസ്സമാണ് എന്ന് കണ്ടുകൊണ്ടാണ് അവന്റെ ഉള്ളിൽ പറഞ്ഞിട്ടാണ് കർത്താവ് പറഞ്ഞത്, നീ എന്നെ പിൻപറ്റണമെങ്കിൽ നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. അപ്പൊ ഇതൊരു പൊതു പ്രമാണമാണ്. അപ്പോൾ ഇവിടെ ഈ 3 പേരോടും കർത്താവ് മറുപടി പറയുമ്പോൾ അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് നമ്മൾ അതിശയിക്കണ്ട. അവരുടെ പശ്ചാത്തലവും അവരുടെ ഹൃദയനിലയും എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ, കർത്താവിന് അറിയാം. അത് വെച്ചാണ് അവരോട് മറുപടി പറഞ്ഞത്. അപ്പൊ അത് നമ്മുടെ മനസ്സിലിരുന്നാൽ കർത്താവ് പറഞ്ഞ മറുപടിയുടെ സാങ്കത്യം എന്തുകൊണ്ടാണ് അങ്ങനെ മറുപടി പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ആദ്യം വന്നവൻ 57-ാം വാക്യത്തിൽ ഓരോരുത്തരുടെ കാര്യം നമുക്ക് നോക്കാം. ആദ്യം വന്നയാള് ഒരു ശാസ്ത്രി ആയിരുന്നു എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് പറഞ്ഞിട്ടില്ല, ഒരാളെന്നേ പറഞ്ഞിട്ടുള്ളൂ, ഒരുത്തനെന്നേ പറഞ്ഞിട്ടുള്ളൂ. ബട്ട് ഹി വാസ് എ സ്ക്രൈബ് എന്ന് മത്തായി പറഞ്ഞിട്ടുണ്ട്. ആരാ സ്ക്രൈബ് എന്ന് പറയുന്നത്? യഹൂദ സമൂഹത്തിൽ വളരെ വിദ്യാഭ്യാസവും കഴിവും പ്രാവീണ്യമുള്ള ഒരാളായിരുന്നു സ്ക്രൈബ്. തിരുവെഴുത്തുകളെ കോപ്പി ചെയ്യാനും തിരുവെഴുത്തുകളെ ആധികാരികമായി വ്യാഖ്യാനിക്കാനും കഴിവുള്ള ആളാണ് ശാസ്ത്രി എന്ന് പറയുന്നത്. A scribe is one who copies the scriptures and one who is able to give interpretations to the scriptures. He usually is a well-learned man. He is a highly respected man. വളരെ ബഹുമാന്യനായ കഴിവുള്ള പഠിപ്പുള്ള ഒരാളാണ് ശാസ്ത്രി യഹൂദ സമൂഹത്തിൽ. അങ്ങനെ ഒരാളാണ് കർത്താവിന്റെ അടുക്കൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്ത് പറഞ്ഞാ വന്നിരിക്കുന്നത്? പിൻപറ്റാം എന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് വരികയാണ്. പക്ഷേ കർത്താവ് അവനോട് പറഞ്ഞ മറുപടി ശ്രദ്ധിക്കുക. ആകാശത്തിലെ പർവ്വജാതിക്ക് കൂടും, മനുഷ്യപുത്രൻ കുറുനരികൾക്ക് പൊടിയും. ആകാശത്തിലെ പർവ്വജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കർത്താവിനെ പിൻപറ്റാൻ വന്നപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞ മറുപടിയുടെ അർത്ഥം, നീ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള സെക്യൂരിറ്റി, സുരക്ഷിതത്വം, സുഖം, ക്ഷേമം എന്നെ പിൻപറ്റിയാൽ കാണുകയില്ല. നീ ഒരു ശാസ്ത്രി ആയതുകൊണ്ട് നിനക്കിന്ന് നല്ല സുഖമുണ്ട്, നിനക്ക് ക്ഷേമമുണ്ട്, നിനക്ക് ബഹുമാനമുണ്ട്, നിനക്ക് വീടുണ്ട്, നിനക്ക് സൗകര്യങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു പൊസിഷനിലാണ് യഹൂദ മതത്തിൽ നീ ഇപ്പൊ നിൽക്കുന്നത്. എന്നാൽ എൻ്റെ പിന്നാലെ വന്നാൽ ഇതെല്ലാം നിനക്ക് നഷ്ടപ്പെടും, നിന്റെ സ്ഥാനം നിനക്ക് നഷ്ടപ്പെടും.
നിന്റെ സെക്യൂരിറ്റി, നിന്റെ സുരക്ഷിതത്വം നിനക്ക് നഷ്ടപ്പെടും, നിന്റെ കിടപ്പാട് നിനക്ക് നഷ്ടപ്പെടും. എനിക്ക് ഇതൊന്നും ഇല്ലാത്തവനാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പിന്നെ നോക്കിയാൽ മതി. കർത്താവിന്റെ ഒരു പ്രസംഗം കഴിഞ്ഞ്, ഒരു മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും താന്താന്റെ വീടുകളിലേക്ക് പോയി. യേശു ഒലിവുമലയിലേക്ക് പോയി. യോഗങ്ങളിൽ എല്ലാവരും പിരിഞ്ഞ് എവിടെ പോയി? എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി. പ്രസംഗിച്ച ആൾ മാത്രം അതിനെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. എങ്ങും പോകുന്നില്ലേ? എല്ലാവരും പോയല്ലോ. പോകാൻ ഇടമില്ല. എവിടെ പോകാനാ? അവിടെ രാത്രി ഒലിവുമലയിൽ പ്രാർത്ഥിക്കാനോ വല്ലതും പോയതായിരിക്കും. എല്ലാവരും വീടുകളിൽ പോയി. യേശു ഒലിവുമലയ്ക്ക് പോയി. അങ്ങനെ അവരുടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വീടും കൂടും ഇല്ലാതിരുന്ന ഒരുവനായിരുന്നു കർത്താവ്. കർത്താവിനോട് പറയുന്നത്, ഇഫ് യു ഫോളോ മീ, you will lose your sense of security in the world, you will lose your position, you will lose your money. If you are willing to forgo these things, then you come and follow me. നിനക്ക് എന്നെ പിൻപറ്റണമെങ്കിൽ ഇപ്പോൾ നീ ആസ്വദിക്കുന്ന, അനുഭവിക്കുന്ന സുരക്ഷിതത്വമോ ഭവനമോ സ്ഥാനമോ ഇതെല്ലാം നിനക്കില്ലാതെയാകും. ഇതെല്ലാം ഇല്ലാതെ ആയാലും സാരമില്ല, കർത്താവിനെ അനുഗമിക്കുന്നതാണ് പ്രധാനം എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ കൂടാം എന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. You will not have the security of this world. You will not have the comfort of this world. But if you still think that it is worth following me, then you can follow me. ഇതെല്ലാം ഉപേക്ഷിച്ചും അനുഗമിക്കാൻ യോഗ്യനായ ഒരാളാണ് ഞാൻ. വീടും കൂടും സ്ഥാനവും ധനവും സുരക്ഷിതത്വം എല്ലാം വേണ്ടെന്ന് വെച്ചും അനുഗമിക്കാൻ യോഗ്യനായ ഒരാളാണ് ഞാനെന്ന് എന്നെക്കുറിച്ച് മതിപ്പും ബോധ്യവും നിനക്കുണ്ടെങ്കിൽ മാത്രം നീ എൻ്റെ കൂടെ വന്നാൽ മതി. എൻ്റെ കൂടെ കൂടിയാൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ആളാ, വലിയ ഫേമസ് ആളാ, വലിയ ഗുരുവാ, ആ കൂട്ടത്തിലൊക്കെ കൂടി കുറച്ച് ഫേമസ് ആകാം, ആ കൂട്ടത്തിൽ ഒരാളാണെന്ന് പറയാം എന്നാണ് നിന്റെ വിചാരമെങ്കിൽ നീ എൻ്റെ കൂടെ കൂടണ്ട. ഇത് സകലവും ഇല്ലാതായാലും, ഇത് സകലവും ത്യാഗം ചെയ്തും അനുഗമിക്കാൻ യോഗ്യനാണിവൻ എന്ന് എന്നെക്കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ കൂടിക്കോ, അല്ലെങ്കിൽ കൂടണ്ട. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൂടെ കൂടുന്നവർ ഇത് മനസ്സിലാക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്ത് മനസ്സിലാക്കണം? സകലവും ത്യജിച്ചും ഏത് ത്യാഗം ചെയ്തും പിൻപറ്റുവാൻ ഇവൻ യോഗ്യനാണ്. സകല അനുഗ്രഹങ്ങളും ഇവനിലാണ്. ഇവനാണ് എൻ്റെ സമ്പത്ത്. ഇത് മനസ്സിലാക്കാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നാലെ നീ വരാം. കാശ് കിട്ടും, അമേരിക്കയിൽ പോകാൻ പറ്റും, രോഗസൗഖ്യം കിട്ടും, കൊച്ചിനെ കെട്ടിക്കാൻ പറ്റും, നല്ല ജോലി കിട്ടും. ഇതാണ് ലക്ഷ്യമെങ്കിൽ എന്നോട് കൂടെ. കാരണം എൻ്റെ മാർഗം അങ്ങനെയുള്ള മാർഗമല്ല. എൻ്റെ മാർഗം ഇതെല്ലാം നഷ്ടപ്പെടുത്തുന്ന മാർഗമാണ്. ഞാനിതിന് മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും നല്ല കാര്യമായതുകൊണ്ട് ഒന്നുകൂടെ പറയാണ്. എൻ്റെ പിതാവ് യാക്കോബ പശ്ചാത്തലത്തിലായിരുന്നു. 16-ാമത്തെ വയസ്സിൽ സാധു സുന്ദർ സിംഗിന്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടു. 18-ാമത്തെ വയസ്സിൽ സൈമൺ സാറിന്റെ ഒരു പ്രസംഗം കേട്ട് വേലയ്ക്ക് വിളിയുണ്ടായി, വേർതിരിയാൻ തീരുമാനിച്ചു. വീട്ടിൽ നിന്നാൽ പോരാൻ പറ്റുകയെന്ന് അറിയാം. അതുകൊണ്ട് ഒരു എഴുത്ത് വീട്ടിൽ എഴുതി വെച്ച്, മേശപ്പുറത്ത് എഴുതി വെച്ച് 18-ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക. ഇളയ മകനായിരുന്നു, സ്വത്തും പറമ്പും എല്ലാം ഉണ്ട്, ഇപ്പോഴും അതെല്ലാം അവിടെ കിടപ്പുണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ നിന്നാൽ കർത്താവിനെ പിൻപറ്റുക എന്നുള്ള കാര്യം സാധിക്കില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് താൻ ഒരു എഴുത്ത് എഴുതി വെച്ചിട്ട് പോകുന്നു. ഒത്തിരി കാര്യം ആ എഴുത്തിലുണ്ട്. ആ എഴുത്തിന്റെ ഒടുവിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഞാൻ ഒത്തിരി സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, പറയാൻ കൊള്ളാവുന്ന കാര്യമാണ്. താൻ എഴുതിയിരിക്കുന്നത്, ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ഒന്നുമില്ലാത്തവനായി ജീവിച്ചുവെങ്കിലും ഇന്ന് ലോകത്തിൽ ഇത്ര കോടി, ഇത്ര ലക്ഷം ആളുകൾ അവനിൽ സകലവും ഉള്ളതായി കണ്ടിരിക്കുന്നു. ഞാനും കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവന്റെ പിന്നാലെ പോകുന്നു. വീടും സ്വത്തും അപ്പനെയും ബന്ധുക്കളെയും വിട്ട് ഇവന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കാനുള്ള കാരണം കെയ്യം പണ്ടെന്നും ഉണ്ടെന്നുള്ളതല്ല, അന്ന് പണ്ടൊന്നുമില്ല. എന്താ കാരണം? എന്റെ സകലവും അവനിൽ ഉള്ളതായി ഞാൻ കാണുന്നു. ഐ ഹാവ് സീൻ മൈ എവരിതിങ് ഇൻ ഹിം, therefore I am following him. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അനുഗമിക്കാനുള്ള കാരണം അതായിരിക്കണം, വേറൊന്നും ആയിരിക്കാൻ പാടില്ല. എന്റെ സകലവും അവനിൽ ഉള്ളതായി ഞാൻ കാണുന്നു. ഒരുപക്ഷെ ഈ പരിജ്ഞാനം രക്ഷിക്കപ്പെടുന്ന ഉടനെ ഒരാൾക്ക് കിട്ടിയെന്ന് വരികയില്ല. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ വളരുമ്പോൾ ഈ പരിജ്ഞാനത്തോടുകൂടെ വേണം കർത്താവിനെ പിൻപറ്റാൻ. രക്ഷിക്കപ്പെടുന്ന നിമിഷത്തിൽ ഇതെല്ലാ കാര്യവും മനസ്സിലാക്കിയെന്ന് വരികയില്ല. രക്ഷയുടെ കാര്യം മാത്രമേ മനസ്സിലാക്കുന്നുള്ളായിരിക്കും, ശരി. എന്നാൽ ആത്മീയമായി വളരുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ബാക്കി എല്ലാ കാര്യവും വിട്ടും
അതിനേക്കാൾ എല്ലാം പ്രധാനം ഇവനാണ് എന്നുള്ള ബോധ്യത്തിൽ വേണം ഒരു വിശ്വാസി കർത്താവിനെ അനുഗമിക്കാൻ. ആ വലിയ പാഠമാണ് കർത്താവ് ഇവിടെ നമുക്ക് തരുന്നത്. ലൈഫ് ടൈം കമ്മിറ്റ്മെന്റ്, ജീവകാലം മുഴുവൻ പിൻപറ്റുക. മാത്രമല്ല ബാക്കി സകലത്തിലും ഉപരിയായി അവനെ ഒന്നാമതായിട്ട് കണ്ട് അനുഗമിക്കുക. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കർത്താവിൻ്റെ അടുത്ത് വന്നവരെ ആരും കളിപ്പിച്ച് കൂടെ ചേർത്തിട്ടില്ല, കബളിപ്പിച്ച് കൂടെ ചേർത്തിട്ടില്ല. നമുക്കറിയാം, ഈ ചില ഫണ്ടുകാര് അല്ലെങ്കിൽ ചിട്ടിക്കാര് ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ കളിപ്പിച്ച് ചേർക്കും. അത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സമൂഹത്തിലുള്ളതാണ്. അതും ഇതെല്ലാം പറഞ്ഞ് കബളിപ്പിച്ച ആളുകളെ ചേർക്കും തങ്ങളുടെ കൂടെ കൂട്ടാൻ. കർത്താവ് ഒരു മനുഷ്യനെയും കളിപ്പിച്ച് കൂടെ കൂട്ടുകയല്ല, കബളിപ്പിച്ച് കൂടെ കൂട്ടുകയല്ല. സത്യം പറഞ്ഞേ കൂട്ടത്തിൽ കൂട്ടുകയുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അവൻ സത്യം മുഴുവൻ പറഞ്ഞിട്ടേ കൂടെ കൂട്ടുകയുള്ളൂ, കബളിപ്പിച്ച് കൂട്ടുകയല്ല. പിന്നെ ആരെയും നിർബന്ധിച്ച് കൂട്ടുകയല്ല. കർത്താവ് ഒരു മനുഷ്യനെ നിർബന്ധിച്ച് കൂട്ടുകയല്ല. ഈ നാളുകളിൽ നിർബന്ധിത മതപരിവർത്തനം ക്രൈസ്തവർ നടത്തുന്നു എന്നൊരു ആക്ഷേപം പൊതുവെ കേൾക്കുന്നു. ക്രിസ്തുമാർഗം എന്താണെന്ന് ഒരു പിടുത്തവും ഇല്ലാത്ത ഒരാൾ അങ്ങനെ പറയുന്നത്. കാരണം ക്രിസ്തുമാർഗത്തിൽ നിർബന്ധിത മതപരിവർത്തനം എന്നൊരു കാര്യമില്ല. നിർബന്ധിച്ച ഒരാളെ സഭയിൽ ചേർക്കുക, അതിന് ഏറ്റവും എതിരാരാ? നമ്മൾ തന്നെയാണ്, അല്ലേ? ആരെങ്കിലും നിർബന്ധിച്ച് സഭയിൽ ചേർക്കുന്നതിന് ഏറ്റവും അതിന് നമ്മൾ തന്നെയാണ്. അതിനെതിരെ പോരാടാൻ നമ്മൾ തയ്യാറാണ്. നിർബന്ധിച്ച ഒരാളെ വിശ്വാസിയാക്കുക, അങ്ങനെ ഒരു കാര്യം നടക്കയില്ല. ഞാൻ 2 ആഴ്ച മുമ്പ് കുഷ്ഠരോഗിക്കുണ്ടായ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച്, രൂപാന്തരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യം ഓർപ്പിക്കുകയുണ്ടായി. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് മനുഷ്യരാരും പറഞ്ഞ് നിർബന്ധിച്ച് കല്യാണത്തിന് വേണ്ടിയോ കാശിന് വേണ്ടിയോ ജോലിക്ക് വേണ്ടിയോ ഒരാളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നതല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളിൽ ആഴമായ വേല ചെയ്ത് ഉളവാക്കുന്ന ഒരു പ്രവൃത്തിയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അത് നിർബന്ധത്താൽ ഒക്കുന്നതല്ല. നിർബന്ധിത മതപരിവർത്തനത്തിന് ഏറ്റവും എതിരുള്ള മതം ക്രിസ്തു മതമാണ്. ക്രിസ്തു മാർഗത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. നിർബന്ധിത മതപരിവർത്തനം എന്ന കാര്യമില്ല. നമ്മളാണ് അതിന് ഏറ്റവും എതിര്. നമ്മുടെ സ്നേഹത്തിൽ ആളുകളോട് പറയും, രക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ അവരുടെ ദോഷങ്ങളെ കുറിച്ചൊക്കെ പറയും. എന്നാൽ ആരും നിർബന്ധിച്ച് മതത്തിൽ ചേർക്കുക, അങ്ങനെ ഒരു കാര്യമില്ല. ഞങ്ങളുടെ അപ്പച്ചൻ വേലക്കായിട്ട് വേർതിരിഞ്ഞ് ആദ്യകാലങ്ങളിൽ കൊച്ചിയിലായിരുന്നു. അപ്പോൾ ഒരാള് അപ്പച്ചനോട് ചോദിച്ചായിട്ട് അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ കൂടാം, എന്തോ തരുമെന്ന് ചോദിച്ചു. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾ ആളെ എടുക്കുന്നില്ലെന്നോ. ഇപ്പൊ ഞങ്ങൾ ആളെ എടുക്കുന്നില്ലെന്നോ. അപ്പോ ആളെ എടുക്കുന്നുണ്ടെങ്കിൽ ചേരാൻ ഇഷ്ടംപോലെ പേരുണ്ട്. നമ്മൾ ആരും എടുക്കുന്നില്ല. ആരാ പിന്നെ ചേരുന്നത്? നമ്മളായിട്ട് ആരും റിക്രൂട്ട് ചെയ്യല്ല. സുവിശേഷം പറയുന്നു, ദൈവാത്മാവ് ഹൃദയത്തിൽ പ്രവർത്തിച്ച് ഇവൻ അനുഗമിക്കാൻ യോഗ്യനാണ് എന്നുള്ള ബോധ്യത്തോടെ മുമ്പോട്ട് വരുന്നവരെ നാം സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. അത് നിർബന്ധിതമല്ല. നിർബന്ധിതമായൊരു മതപരിവർത്തനം ക്രൈസ്തവ മാർഗത്തിൽ ഇല്ല. അപ്പോൾ കർത്താവ് ഇതിനോട് പറയുന്നത്, നീ എന്നെ പിൻപറ്റിയാൽ നിന്റെ ജീവിത ശൈലി മാറും. ഞാൻ ജീവിക്കുന്നത്, എനിക്ക് വീടും കിടപ്പാടൊന്നും ഇല്ലെന്ന് പറഞ്ഞല്ലോ, പിന്നെ എങ്ങനെ ഞാൻ ജീവിക്കുന്നത്? അനുദിനം സ്വർഗസ്ഥനായ പിതാവിങ്കിലേക്ക് നോക്കി പ്രാർത്ഥിച്ച് അവൻ എന്നെ പുലർത്തുന്ന അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവിന്റെ കരുതൽ, ട്രസ്റ്റിംഗ് മൈ ഹെവൻലി ഫാദർ ഫോർ മൈ ഡെയിലി നീഡ്സ് ടു പ്രൊവൈഡ് ഫോർ മീ, ദാറ്റ് ഈസ് ഹൗ ഐ ആം ലിവിംഗ്. ഇഫ് യു വാണ്ട് ടു ഫോളോ മീ, യു വിൽ ഓൾസോ ഹാവ് ടു ലിവ് ലൈക്ക് ദാറ്റ്. ശാസ്ത്രീയ എന്നുള്ള വരുമാനമൊന്നും ഇനി നിനക്ക് കാണുകയല്ല. എന്റെ പിന്നാലെ വരികയാണെങ്കിൽ ഞാൻ ജീവിക്കുന്ന പോലെ ജീവിക്കണം. ഞാൻ എങ്ങനെയാ ജീവിക്കുന്നത്? കാശുമില്ല, വീടുമില്ല, കൂടുമില്ല, ബന്ധുക്കളുമില്ല. പിന്നെ സ്വർഗസ്ഥനായ പിതാവിങ്കിലേക്ക് ഓരോ ദിവസം നോക്കി അവൻ തരുന്ന പ്രൊവിഷൻ അനുസരിച്ച് ഞാൻ ജീവിക്കുകയാണ്. അവൻ ഓരോ ദിവസവും എനിക്ക് തരുന്നതനുസരിച്ച് ഞാൻ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ കൂടാം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ മാർഗത്തിന്റെ അടിസ്ഥാനപരമായ ഒരു പ്രമാണമാണിത്. സകലവും ത്യജിച്ചും സകലത്തെക്കാൾ ഉപരിയായി കർത്താവിനെ കാണാനായിട്ട് നിനക്ക് മനസ്സുണ്ടെങ്കിലാണ് നീ എൻ്റെ കൂടെ കൂടുന്നത്. അല്ലെങ്കിൽ നീ കൂടിയിട്ട് കാര്യമില്ല. എന്നാൽ ലോകത്തിന്റെ ചിന്ത എന്താണെന്നുള്ളത് നമുക്കറിയാം. ലോകത്തിന്റെ ചിന്ത എങ്ങനെയുമൊക്കെ കാര്യങ്ങൾ സാധിക്കാൻ ക്രിസ്ത്യാനിയാകുക, വിശ്വാസിയാകുക എന്നുള്ളതാണ്. എൻ്റെ അപ്പച്ചൻ്റെ സാക്ഷ്യത്തിൽ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. താൻ വീട്ടിൽ നിന്ന് എഴുത്തെഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയി. എടയാറുമുള്ള ശേവൻ സാറിൻ്റെ കൊച്ചിയിൽ നിന്ന് വെച്ചിട്ടൊക്കെ അടുത്തോട്ടാണ് പോയത്. അപ്പോൾ വീട്ടുകാരെ അന്വേഷിച്ചിട്ട് ആളെ കാണുന്നില്ല.
അപ്പോൾ ഇടയാറന്മുള പോയി കാണുമെന്നൊരു ധാരണ ഉണ്ടായിരുന്നതുകൊണ്ട് വീട്ടുകാരിൽ ഒരാൾ ഇടയാറന്മുള ചെന്ന് പിടിച്ചോണ്ട് തിരിച്ച് കായംകുളത്താണ് വീട്, തിരിച്ച് കായംകുളത്തിന് കൊണ്ടുവന്നു, ബലമായിട്ട് പിടിച്ചു കൊണ്ടുവന്നു. അപ്പോൾ പോരുന്ന വഴിക്ക് പുത്തങ്കാവിലാണ് എൻ്റെ വല്യപ്പച്ചൻ്റെ വീട്. വല്യപ്പച്ചൻ്റെ വീട്ടിൽ ഒരു രാത്രി താമസിച്ചു. അപ്പോൾ അവിടെ താമസിച്ചപ്പോൾ അവിടെ നാട്ടിലൊക്കെ അറിവായി ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയ ഒരു ബാലനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അവനിങ്ങനെ സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ബാലനെ കാണാനായിട്ട് പലരും വന്നു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, അവിടെ അടുത്ത വീട്ടിൽ ഒരു വല്യമ്മയും വന്നിട്ടുണ്ട് കാണാൻ. അപ്പോൾ വല്യമ്മ ഒരു ഉപദേശം കൊടുത്തു. വല്യമ്മ പറഞ്ഞു, എൻ്റെ മോനെ, ഇവർ പറയുന്നതൊന്നും നീ കേൾക്കണ്ട, ജീവിക്കാൻ 4 കാശ് കിട്ടുമോ ഇവരുടെ കൂടെ നീ കുടിക്കും. അതാണ് വല്യമ്മയുടെ ഉപദേശം. ജീവിക്കാൻ 4 കാശ് കിട്ടുമെങ്കിൽ ഇവരൊന്നും പറയുന്നത് നീ നോക്കണ്ട, നീ ഇവരുടെ കൂടെ കുടിക്കും. അപ്പൊ അതാണ് പലരുടെയും ഉള്ളിൽ. ഇപ്പൊ ജീവിക്കാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ, അതിനുള്ളൊരു ഉപാധിയാണിതെങ്കിൽ നിനക്ക് ഇവരോട് കൂടാ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമാർഗം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു മാർഗമല്ല. നാം അവലംബിച്ചിരിക്കുന്ന മാർഗം കർത്താവിന്റെ മഹത്വവും അവന്റെ ആളത്വവും കണ്ട് അതിൽ മതിപ്പ് ഉളവായി അവനിൽ ശരണപ്പെട്ട് പിൻപറ്റുന്ന ഒരു മാർഗമാണ്. അവനെ അനുഗമിച്ചാൽ നമ്മുടെ ജീവിത ശൈലിക്ക് മാറ്റം വരും. ഇന്ന് ജീവിക്കുന്ന പോലെ ജീവിക്കാൻ സാധിക്കില്ല. ഈ സ്ക്രൈബിനും ഈ ശാസ്ത്രിക്കും ഇന്ന് ജീവിക്കുന്ന പോലെ ജീവിക്കാനായിട്ട് സാധിക്കില്ല. കർത്താവ് ഇത് പറയുന്നത് കേൾക്കുമ്പോൾ വായിക്കുന്നവർക്ക് ഒരു കർത്താവിനൊരു സഹതാപം തോന്നും, അല്ലേ? ഇത്രയും വലിയ ഗുരുവാ, പക്ഷെ വീടുമില്ല കൂടുമില്ല. പറവജാതിക്ക് കൂടുണ്ട്, കുറുതനിക്ക് കുഴിയുണ്ട്. ഈ ആൾക്ക് ഒരു കൂടും വീടും ഇല്ലല്ലോ. സഹതാപം തോന്നും. ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവിനോട് ആരും സഹതപിക്കണ്ട. ഡോണ്ട് പിറ്റി ദ ലോർഡ്, പിറ്റി യുവർസെൽഫ് ഇഫ് യു ഹാവ് എ ഹോം ദാറ്റ് ഹോൾഡ്സ് യു ബാക്ക് വെൻ ക്രൈസ്റ്റ് കോൾസ് യു. കർത്താവിനോട് ആരും സഹതാപം കാണിക്കണ്ട, നീ നിന്നോട് തന്നെ സഹതപിക്കണം. ഇഫ് യു ഹാവ് എ ഹോം ദാറ്റ് ഹോൾഡ്സ് യു ബാക്ക് ഫ്രം ദ ലോർഡ്, കർത്താവിനെ പിൻപറ്റുന്നതിൽ നിന്ന് നിന്നെ തടയുന്ന ഒരു വീടുണ്ടെങ്കിൽ നിനക്ക് അയ്യോ കഷ്ടം എന്നൊരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്. എത്രയോ ശരിയാണ്. കർത്താവിന്റെ കാര്യം വലിയ കഷ്ടമാണ് എന്നാരും വിചാരിക്കണ്ട. വീടുമില്ല കൂടുമില്ല, എന്തോ കഴിക്കുമെന്ന് അറിയത്തില്ല, വലിയ കഷ്ടമാണ്. അല്ല, കർത്താവിന്റെ കാര്യം വലിയ കഷ്ടമല്ല, നിന്റെ കാര്യമാണ് കഷ്ടം. നിനക്ക് വീടുണ്ട്, അതാ കഷ്ടം. നിനക്ക് വീടുള്ളവരിലാണ് പിൻപറ്റാൻ നിനക്ക് മടി. Pity yourself if you have a home that holds you back from the Lord. Don't pity the Lord. എത്രയോ അർത്ഥസമ്പുഷ്ടമായ ഒരു കാര്യമാണ്. ക്രിസ്തുവിനെ അനുഗമിക്കാൻ തടസ്സം നിൽക്കുന്ന വീടോ ജീവിതശൈലിയോ നിനക്ക് ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല. രണ്ടാമത്തെ ആളുടെ കാര്യം നോക്കുക. രണ്ടാമത്തെ ആള് നാം വായിക്കുന്നത്, എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് അവനോട് പറഞ്ഞു എന്നാണ്. 59-ാമത്തെ വാക്യത്തിൽ എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് അവനോട് പറഞ്ഞു. 1-3 ആളുകൾ ഞങ്ങൾ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു വന്ന, they said they will follow the Lord. But in the second case, the Lord calls him. കർത്താവ് അവനെ വിളിക്കുകയാണ്, നീ എന്നെ അനുഗമിക്കുക. കർത്താവ് അവനോട് പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, പിന്നീട് നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഇവിടെ അതിൻ്റെ അന്ത്യം എന്താണ്? അവൻ പിൻപറ്റിയതായിട്ട് വിചാരിക്കാൻ ഒരു ന്യായവും ഇല്ല. എന്നെ അനുഗമിക്കാമെന്നുള്ള വിളി അവന് കിട്ടി, പക്ഷേ അവൻ പിൻപറ്റിയെന്ന് വിചാരിക്കാൻ ഒരു ന്യായവുമില്ല. പ്രിയപ്പെട്ടവരെ, വാട്ട് എ പ്രിവിലേജ് ഇറ്റ് ഈസ് ടു ബി കോൾഡ് ബൈ ദ ലോർഡ്. കർത്താവിനാൽ വിളിക്കപ്പെടുവാനിടയായി എന്നുള്ളത് എത്രയോ വലിയൊരു പദവിയാണ്. എത്ര വലിയൊരു പദവിയാണ്. ആ പദവി ഇവന് ലഭിച്ചു. മത്തായിക്ക് അത് ലഭിച്ചു. ചുങ്കസ്ഥലത്ത് ഇരിക്കുമ്പോൾ മത്തായി വിളി തിരിച്ചറിഞ്ഞു, സകലവും വിട്ട് അനുഗമിച്ചു. സക്കായിക്ക് ആ വിളിച്ച് ലഭിച്ചു. സക്കായിക്ക് ചില ക്രമീകരണമൊക്കെ വരുത്തേണ്ടി വന്നു. യോഹന്നാൻ ആ വിളി ലഭിച്ചു. അപ്പനെയും പടകിനെയും വിട്ട് പുറപ്പെട്ടു. ഇവനും ആ വിളി ലഭിച്ചു. അതിൽ ഇവൻ പിൻപറ്റിയതായിട്ട് യാതൊരു കാരണവശാലും ചിന്തിക്കാൻ നമുക്ക് ഇടയില്ല. ഈ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചു വന്നപ്പോൾ എനിക്ക് വാസ്തവത്തിൽ വളരെ സങ്കടം തോന്നി. ഇത്രയും വലിയൊരു അവസരം കിട്ടിയ ആള് അത് പാഴാക്കിയല്ലോ. മറ്റവരാണ് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. ഇവനെ കർത്താവ് വിളിച്ചാൽ നീ വാ എന്ന് കർത്താവ് വിളിച്ചതാണ്. മത്തായിയെ വിളിച്ചു, മത്തായി പിൻപറ്റി. എത്ര മഹാനായി തീർന്നു മത്തായി. യോഹന്നാനെ വിളിച്ചു, യോഹന്നാൻ പിൻപറ്റി. സുവിശേഷം എഴുതാൻ ദൈവം യോഹന്നാൻ ഉപയോഗിച്ചു, ലേഖനം എഴുതാൻ ഉപയോഗിച്ചു. എത്ര വലിയ ആളായി യോഹന്നാൻ. മറ്റ് അനേകരെ വിളിച്ചു, അവരെല്ലാം പിൻപറ്റി, അവരെല്ലാം മഹാന്മാരായി തീർന്നു.
ചരിത്രത്തിൽ ബഹുമാന്യരായിത്തീർന്നു. അവരുടെ പേര് പിള്ളേർക്കിടാൻ നമ്മൾ മത്സരിക്കുകയാണ്. ഇയാളെ കർത്താവ് വിളിച്ചു, ഇയാൾ പക്ഷേ പോയില്ല. നഷ്ടം കർത്താവിനല്ല, നഷ്ടം അവനാണ്. അവന്റെ പേരറിഞ്ഞുകൂടാ, അവൻ ആരാന്നറിഞ്ഞുകൂടാ. ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ അവനെ ശിഷ്യൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ 12 ശിഷ്യന്മാർ ഒരാളെന്നല്ല അതിൻ്റെ അർത്ഥം. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഗുരുവിൽ നിന്ന് പഠിക്കാൻ കൂടിയിരിക്കുന്ന ആൾ എന്ന ആശയത്തിലാണ് അവൻ ശിഷ്യനാന്ന് പറയുന്നത്. അപ്പോ ഇവൻ കർത്താവിലൂടെ കൂടി പഠിക്കാനൊക്കെ താല്പര്യത്തോടുകൂടി നടക്കുന്ന ഒരുത്തനാണ്. അവന്റെ പേരോ വീടോ നാടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവന് വലിയ പദവി ലഭിച്ചു. കർത്താവിൽ നിന്ന് പഠിക്കാൻ മാത്രമല്ല, കർത്താവിനെ പിൻപറ്റാനായിട്ട് അവന് വലിയ പദവി ലഭിച്ചു. പക്ഷേ ആ പദവി അവൻ വേസ്റ്റ് ചെയ്തു. ആ പദവി അവൻ ഉപയോഗിച്ചില്ല. ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വാക്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറയുന്ന ഒരു കാര്യം, അതിൻ്റെ 9-10, 1 കൊരിന്ത്യർ 15-ന്റെ 9-10, 1 കൊരിന്ത്യർ 15, 9 and 10. ഞാൻ അപ്പോസ്തലന്മാരുടെ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. The grace that was shown to me did not go waste, that was not in vain. എന്നിട്ട് പറയാണ്, അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടിയുള്ള ദൈവകൃപ അത്രേ. പൗലോസ് പറയാണ്, ഞാൻ ദുഷ്ടനാണ്, ഞാൻ വിളിക്കപ്പെടാൻ ഒരു യോഗ്യതയുള്ളവനാണ്. പക്ഷേ ദൈവം തന്റെ കൃപയാൽ എന്നെ വിളിച്ചു, തന്നെ പിൻപറ്റുക. ആ വിളി അനുഗമിക്കാൻ എനിക്കിടയായി. എന്നോടുള്ള ദൈവകൃപ വ്യർത്ഥമായി. ഞാൻ ഈ വാക്യം ഓർക്കാൻ കാരണം, ഇയാളെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? ഈ ശിഷ്യനെ കുറിച്ച് അവനോടുള്ള ദൈവകൃപ വ്യർത്ഥമായി. വിളി കിട്ടി, മത്തായിക്ക് കിട്ടിയ പോലെ, ലൂക്കോസിന് കിട്ടിയ പോലെ, യോഹന്നാന് കിട്ടിയ പോലെ, അനേകർക്ക് കിട്ടിയ പോലെ അവന് വിളി കിട്ടി. He received the call, but he wasted his call. കൃപ വ്യർത്ഥമാക്കി കളഞ്ഞു. ഈ പൗലോസ് കൃപ വ്യർത്ഥമാക്കിയില്ല എന്നുള്ളതിന് തെളിവ് പൗലോസ് പറയുന്നുണ്ട്. കൃപ വ്യർത്ഥമായില്ല. എങ്ങനെ അറിയാം? അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നെ വിളിച്ചപ്പോൾ ഞാൻ പിൻപറ്റി എല്ലാവരെക്കാളും കൂടുതൽ കർത്താവിനെ സേവിക്കാൻ ഞാൻ ഉത്സാഹിച്ചു. വിളി കിട്ടിയവർ ചെയ്യേണ്ടത് അതാണ്. ദൈവകൃപ വ്യർത്ഥമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ദൈവകൃപ വ്യർത്ഥമാക്കുക എന്ന് പറഞ്ഞാൽ allowing the call to be wasted, not showing a proper response. ശരിയായ പ്രതികരണം കാണിക്കാതെ വിളിയെ പാഴാക്കി കളയുക. വിളിയോട് പ്രതികരണം കാണിക്കാതെ, ശരിയായ പ്രതികരണം കാണിക്കാതെ വിളിയെ പാഴാക്കി കളയുക. 2, not allowing the call to have a significant impact in life. ഈ വിളി ജീവിതത്തിൽ യാതൊരു പ്രഭാവവും വ്യത്യാസവും വരുത്താതിരിക്കുക. അപ്പൊ വിളി ലതാവാക്കി കളഞ്ഞു. ഈ വിളി ജീവിതത്തിൽ ഒരു വ്യത്യാസവും വരുത്താതിരിക്കുക. 3, not allowing it to accomplish its intended purpose. വിളിച്ചത് ഏത് ഉദ്ദേശത്തിനാണോ ആ ഉദ്ദേശം ജീവിതത്തിൽ നിറവേറാൻ അനുവദിക്കാതിരിക്കുക. എന്തിനാണോ വിളിച്ചത് അത് ജീവിതത്തിൽ നിറവേറാതിരിക്കുക. 4, not making use of the blessing that God's grace intended to provide. ദൈവകൃപ നമുക്ക് നൽകുവാൻ ആഗ്രഹിച്ച അനുഗ്രഹങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ദൈവം വിളിച്ചപ്പോൾ ഒത്തിരി അനുഗ്രഹം തരാനാണ് വിളിച്ചത്, പക്ഷെ അതൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഒടുവിൽ not putting to work the grace received, resulting in greater usefulness. വളരെ പ്രയോജനമുള്ള ഒരു ജീവിതം നയിച്ച് ദൈവം നൽകിയ കൃപയെ ഉപയോഗിക്കാതിരിക്കുക. ഇതെല്ലാം ഒരേ കാര്യത്തിന്റെ വിവിധ വശങ്ങളൊന്നും പിരിച്ചു പറഞ്ഞു മനസ്സിലാക്കാൻ എന്നേ ഉള്ളൂ. അപ്പോൾ എന്താ ദൈവകൃപ വ്യർത്ഥമാക്കുക എന്ന് പറഞ്ഞാൽ? എന്തിനായിട്ട് കർത്താവ് വിളിച്ചോ അത് സാധിക്കാതെ പോവുക. ആ വിളിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. നമുക്കത് സംഭവിച്ചിട്ടുണ്ടോ? വലിയ വിളി കർത്താവ് നമുക്ക് തന്നു. പൗലോസ് പറയാണ്, എന്നെ വിളിച്ചു, ദൈവകൃപ അത് വ്യർത്ഥമായില്ല. എങ്ങനെ അറിയാം? ഞാൻ വിളി കിട്ടിയ നാൾ മുതൽ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയ വിളി വ്യർത്ഥമായില്ല എന്നുള്ളതിന്റെ തെളിവ് ആ വിളി കിട്ടിയത് കൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പിൻപറ്റാനും സ്നേഹിക്കാനും നാം ബന്ധപ്പെടുന്നു എന്നുള്ളതാണ്.
അതുവഴി നാം തെളിയിക്കുകയാണ് വിളി വ്യർത്ഥമായില്ല. ഹൗ ഡു ഐ പ്രൂവ് ദാറ്റ് ദ കോൾ വാസ് നോട്ട് ഇൻ വെയിൻ? By living a life of total surrender and commitment to the Lord, I thereby prove that the call given to me was not wasted. ദൈവം എനിക്ക് തന്ന വിളി ഞാൻ വൃഥാവാക്കിയില്ല എന്ന് എൻ്റെ ജീവിതം വഴി ഞാൻ തെളിയിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത കാര്യങ്ങൾ ഇനി വളരെ പറയാനുണ്ട്, അതിന് ഇന്ന് സമയമില്ല. അതുകൊണ്ട് ദൈവം വെച്ചാൽ അതിൻ്റെ ബാക്കി ഭാഗം പിന്നീട് പറയാമെന്ന് വിചാരിക്കുന്നു. അനേക ആത്മീയ പാഠങ്ങൾ ഇനിയുള്ള അതിൻ്റെ ബാക്കി ഭാഗത്തുമുണ്ട്. എന്നാൽ നമുക്ക് ഇത്രയും ഗൗരവമായ സത്യങ്ങൾ മനസ്സിലായി. കർത്താവിനെ പിൻപറ്റേണ്ടത് ജീവിതകാലം മുഴുവനാണ്, പൂർണ്ണ സമർപ്പണത്തോടെയാണ്, ലൗകിക കാര്യങ്ങൾ നോക്കിയല്ല, അവൻ്റെ മഹത്വം മനസ്സിലാക്കിയാണ്. അവൻ്റെ വിളി ലഭിച്ച അതൊരിക്കലും വൃഥാവായി വേസ്റ്റായി പോകുവാൻ ഇടയാകാതെ പൂർണ്ണ ഹൃദയത്തോടെ അവനെ സേവിക്കണം. പൂർണ്ണ ഹൃദയ സേവ വേണം. ദേവജാതന എന്നൊരു പാട്ട് നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പിൻപറ്റുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ.